അസ്സലാമലൈക്കും. നമ്മളെ മാബിൻഡക്കിലേക്ക് സ്വാഗതം എല്ലാവരും. അപ്പം നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകണമെന്നല്ലേ? അതൊക്കെ എന്താ ലൈറ്റ് ഉണ്ടാവും, ചാർജില്ല. ഇതിൽ നിറണ്ടല്ലോ. അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇന്ന് എന്താ കറി എന്നല്ലേ? കപ്പളങ്ങ തോരനാണ്. അപ്പോൾ മെഴുക്ക് പുരട്ടിയാക്കി കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ മെയിനായിട്ട് കാട്ടണം അതൊന്നുമല്ല, വെണ്ടോണ്ട് ഒരു അച്ചാറും ഉണ്ട്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ അത് അവിടെ റെഡിയാക്കി വെച്ചാണ്. വെണ്ട, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പോൾ കണ്ണ് കാണാത്ത എന്താണെന്ന് വെച്ചാൽ കരണ്ട് ജയിക്കാണ്. വെളിച്ചം കുറവല്ലേ നിങ്ങൾ നോക്കുമ്പോൾ? ഒരു കാറ്റുമായി പണി വന്ന് അതിലതാ പോണേ കരണ്ട്. അപ്പം അങ്ങനെയാണ് ഇപ്പം ഇന്ന് സംഭവിച്ചത്. അപ്പം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. കാണണമൊക്കെ ഉണ്ട്, എന്നാലും വലിയൊരു വെളിച്ചല്ലേ. അങ്ങനെയാണ്. അപ്പം ഞാൻ ഒരു കപ്പളങ്ങൻ്റെ പകുതി എടുത്ത് അത് വേവിച്ച് ഇനി അതൊന്ന് വറവിടണം. 3 പച്ചമുളകൊക്കെ കീറിയിട്ട് വേവിച്ചൊക്കെ അവിടെ വെച്ചിന് കേട്ടോ. അപ്പോൾ കടുകിടുക. കടുകിടണം. കടുക് ഞാനിവിടെ എടുത്ത് ചെയ്യണമല്ലോ. കടുക് നല്ല ചൂടായി നിൽക്കുക ചട്ടി. നമ്മൾ തീയെ ഞാൻ കുറച്ച് കൊടുത്തല്ലേ, ഇതൊക്കെ നന്നാവുക. ഒരു 3 ചെറിയുള്ളി, അതായത് ചുമന്ന ഉള്ളി, കുഞ്ഞുള്ളി ഒക്കെ പറയുന്ന ആ ഉള്ളിയാണ് ഇപ്പം ഇട്ട് വെച്ചിട്ടുള്ളത്. ഞാനത് അതിനൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഞാനിപ്പോൾ തോനെ ഇതാവണ്ടായി വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഒരു കപ്പളങ്ങൻ്റെ പകുതി എടുത്ത് കുക്കറിൽ ഇതാ കാണില്ലല്ലേ, ഇട്ടല്ലേ. ഏതായാലും 3 പച്ചമുളകൊക്കെ കീറിയിട്ട് വേവിച്ചവിടെ വെച്ചിരുന്നു. ഒറ്റ വിസിലാവുമല്ലോ. ഒരിച്ചിരി വെള്ളം ഒഴിച്ചിട്ട്, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലടിച്ചു. അതെന്താ കോറിന്നുള്ള ഒച്ച കേട്ടൊക്കെ ഞാൻ വിചാരിച്ച് ഇടിയാണ്. കോറി ഇവിടെ അടുത്തായതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ്. ഇടിയിട്ടാണ്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊരു വറ്റൽമുളക്, അതാ കപ്പളങ്ങ നമ്മൾ കണ്ടിട്ട് ഇതിലൊരിച്ചിരി വെള്ളം കൂടി ഉണ്ട്. കുറച്ചൊന്ന് വറ്റാണ്. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ ഇതിൽ ബാക്കിയാണ്. അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് വറ്റിയിട്ട്, ഇതാണ് ഇപ്പോൾ ഇന്നത്തെ കറി കേട്ടോ. കറി ഇതാണ്. കറി എന്നൊന്നും പറയാൻ ഇല്ല. ഒരു മെഴുക്ക് പുരട്ടി തോനെ വെള്ളമില്ലാതെ. ഇതിക്ക് വേണമെങ്കിൽ ഇപ്പോൾ കറി വേണ്ടിയവർക്ക് ഇച്ചിരി കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഇതാക്കി എടുക്കാം. നമുക്ക് കറി തോനെ വേണ്ടാത്തതുകൊണ്ട് ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളാ ചട്ടി തന്നെയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കറണ്ട് വന്നിട്ടില്ല, കുറച്ച് ലൈറ്റ് കുറവുണ്ട് കേട്ടോ. വീണ്ടും പറയുകയാണെങ്കിൽ അതിന് കമൻ്റൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയാണ് ഒഴിക്കുന്നത്. ഇതന്നെ അച്ചാറാവുമ്പോൾ എണ്ണ ഒഴിച്ചാൽ അതേക്കും നന്നാവുക. അപ്പോൾ എണ്ണ ഒഴിച്ച് അത് ചൂടായി വരട്ടെ. കടുകിട്ട് കൊടുക്കണേ. ഒരു കുഞ്ഞ് സ്പൂണ് നിറച്ചൊരു ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടി ഇട്ട് വയ്ക്കണം. അപ്പോൾ കടുകിട്ടു.
പിഞ്ച അളവിൽ ഉലുവ ഇട്ടു. ഉലുവാപ്പൊടി ഇടുന്നുണ്ട്, അതുകൊണ്ട് കുറച്ചിട്ട്. രണ്ട് മുളക് പൊട്ടിച്ചിട്ടു, പച്ചമുളക്, കറിവേപ്പില കുറച്ച് വെച്ച്, ഇഞ്ചി ഒരു കഷ്ണം, വെളുത്തുള്ളി കുറച്ച് ഒരു 8-10 അല്ലിയുണ്ട്, ചെറുതായതുകൊണ്ട്. ഒരു 2 വലിയ പച്ചമുളക്, ഇതൊന്ന് വഴറ്റി എടുക്കട്ടെ. അത് വാടിയപ്പോൾ ഞാൻ ഇതുകൊണ്ട് കോരി ഒരു ഭാഗത്തേക്ക് വെച്ചോന്ന് കേട്ടോ. നമുക്ക് ഈ വെള്ളമുണ്ട്, വെള്ളൻ്റെ വഴുവഴുപ്പൊന്ന് മാറ്റിയെടുക്കണം. അപ്പം അതൊന്ന് വറുക്കും. അൽഹംദുലില്ല, കരണ്ടൊക്കെ വന്നു കേട്ടോ. കണ്ട ഇരുട്ടത്ത് വെച്ചുണ്ടാക്കി ക്ഷമിക്കണം കേട്ടോ, കരണ്ട് പോയിട്ടാണ്. ഇത് നല്ലപോലെ ഒന്ന് എന്താ പറയുക, ഇതിൻ്റെ വഴുവഴുപ്പൊക്കെ ഒന്ന് കാണണം. ഇതൊന്നും ഒന്നിമ തോന്നരുത്, അങ്ങനെ വറുക്കും. ഈ ഇങ്ങനത്തെ ഓരോ അച്ചാറോ എന്തെങ്കിലുമൊന്നും മതി നമ്മൾ ചോറുന്നാണ്. ഒരു പപ്പടം പൊരിച്ചതോ മുട്ട പൊരിച്ചതോ പിന്നെ ഉണക്കമീൻ ഉണ്ടെങ്കിൽ അതോ. മീനൊന്നും ഇപ്പം അങ്ങനെ വാങ്ങാൻ ബുദ്ധിമുട്ടല്ലേ. മീൻ കിട്ടാനുമില്ല, ഇല്ലെങ്കിൽ ഭയങ്കര വിലയാണ്, അതോ ഒരു ടേസ്റ്റും ഇല്ല. അപ്പോൾ അത് ഏകദേശമായി വന്നിട്ടുണ്ട്. വേണ്ട അതൊക്കെ വേറിട്ടിട്ടുന്നുണ്ട്. ഇങ്ങനെ ആക്കി വെക്കണം. നമുക്ക് ഇവിടേക്ക് ലേശം എണ്ണ ഒഴിച്ചിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് ചെറുതായിട്ടൊന്ന് മുട്ടിച്ചെടുക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു അച്ചാറാണ് പൊടി, വെണ്ടച്ചാർ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, തീ വളരെ കുറച്ച് വെക്കട്ടെ, ഓഫാക്കിയാലും കുഴപ്പമില്ല. മുളക് പൊടി എരിവ് ഇനി പാകത്തിന് ഞാൻ 2 സ്പൂണാണ് ഇട്ടത്. ഇവിടെ പിന്നെ എരിവൊക്കെ എല്ലാം വേണം, നിങ്ങളെ പാകത്തിന് ഇട്ടുള്ളൂ. മുളക് പൊടിൻ്റെ ചുവ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നിറം മാറി വന്ന് ഇനി നമുക്കത് മൊത്തത്തിൽ ഉണ്ടാക്കാം. ഇനി വാട്ടി വെച്ചത് കഴിക്കില്ല. അപ്പോൾ ഇരുട്ടത്ത് വെച്ചാട്ടോ ഞാൻ ഉണ്ടാക്കി. നിങ്ങൾ കണ്ടോന്നൊന്നും അറിയില്ല, കണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ കുട്ടികൾക്ക് ചോറ് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ സമയത്തിനനുസരിച്ച് അവിടെ ഉണ്ടാക്കിയൊരു നല്ല കുപ്പിയിലവിടെ ഓൾക്ക് വേഗം എടുത്ത് കൊടുക്കാം. നമ്മൾ പോണോലൊക്കെ ആണെങ്കിൽ ഓരോ ജോലിക്കും പോണവർക്കാണെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ തീരല്ല. അപ്പോൾ നമ്മൾ കുറച്ച് വിനീഗറായിട്ട് ഒഴിക്കുന്നതാണ്. ഇത് വേറെ മോഡലാണ്. ഇത് പഴുത്തുനിന്ന് എടുത്താന്നൊക്കെയാണ് ഓര് പറയുന്നത്. ഇതാകുമ്പോൾ നമ്മളെ വയറിനൊന്നും ഒരു കുഴപ്പവും വരില്ല. പിന്നെ 40 ഉറുപ്പ്യാണ് ഈ കുപ്പിക്ക്. കണ്ട കണ്ടില്ലേ, ഇത് വാങ്ങാൻ നോക്കുക. പക്ഷേ കഴുകാനൊക്കെ നമുക്ക് മറ്റേ സാധാ വിനീഗറാട്ടോ നല്ല. ഇപ്പോൾ മീനോ അങ്ങനത്തെ ഒക്കെ കഴുകാൻ എടുക്കൂലേ, അതിനൊക്കെ. ഇപ്പോൾ അതിലേക്ക് ലേശം വെച്ച് കൊടുക്കുക. കുടിക്കനുസരിച്ച് നമുക്ക് നമ്മൾ ഉപ്പിട്ടിട്ടില്ല. ഉപ്പിട്ട് ഉപ്പൊക്കെ പാകത്തിനാണ്ട് ഇട്ടാൽ മതി. നമുക്ക് നോക്കിയിടാം. തീരെ രസം
കുറച്ചും കൂടെ ഒഴിച്ചു. ഇത് വയറിന് പറ്റാത്ത ഇപ്പം മോന് വയറിന് പറ്റൂല സാധാ സുർക്ക. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കൊണ്ടുവന്നത്. ഇച്ചിരിയും കൂടി വയ്ക്കാം അല്ലേ. നമ്മളിപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. വെള്ളം ഒഴിച്ചിട്ടില്ലേ. ഇതായതുകൊണ്ട് കുഴപ്പമില്ല. ഈ വിനീഗർ ആയതുകൊണ്ട് കുറച്ചധികം ആയാലും കുഴപ്പമില്ല. ഇത് കുടിക്കാൻ പറ്റുമെന്നൊക്കെയാണ് ഇത് പറയുന്നത്. അത്രയും നല്ലതാണെന്ന്. ഇനി നമുക്ക് കുറച്ചും കൂടി സാധന ഇതിലിടാം. ഉലുവയും കടുകും പൊടിച്ചത് ഞാൻ പൊടിച്ച് ഈ കുപ്പിയിൽ വെക്കലാണ്. അതിട്ട് കുറച്ച് കായപ്പൊടി ഇല്ല. കായപ്പൊടി ഇട്ട് ഇനി ഒന്നും ഇടാല്ല കേട്ടോ. ഇനി നമുക്കത് ഉപ്പുണ്ടാകുന്നൊക്കെ ഒന്ന് നോക്കിയാൽ ഇതല്ല. നമുക്ക് ചോറിൻ്റെ സൈഡിൽ വെച്ച് ഇങ്ങനെ കൂട്ടിയാണ്ടല്ലോ. ഇവിടെ ഈ എരിവ് കൂട്ടാനേ കുട്ടികൾക്ക് ഇഷ്ടമുള്ളൂ. തേങ്ങാക്കറി അത്ര ഇഷ്ടമല്ല. കുറച്ച് ഉപ്പും കൂടി. എന്താ മക്കളെയൊക്കെ വെച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഈ ഉപ്പ് പൊടിയും കൂടി അണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് വെച്ചാൽ സംഭവം റെഡി. അച്ചാറ് റെഡി. എങ്ങനെയുണ്ട് നമ്മളച്ചാർ ഒന്ന് നോക്കിയാണ്. അപ്പം ഇതുപോലെ വെണ്ട ഉണ്ടെങ്കിൽ പലതും ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് തോരൻ വെക്കാൻ പറ്റും, കറി വെക്കാൻ പറ്റും, മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ പറ്റും, തേങ്ങയൊക്കെ ഇട്ട് ഉണ്ടാക്കാൻ പറ്റും, അച്ചാർ ഉണ്ടാക്കാൻ പറ്റും, എന്തെല്ലാം ചെയ്യാൻ പറ്റും. വെണ്ട കൊണ്ട് മുളകിടാൻ പറ്റും. വേണ്ട. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ മക്കളെ. ആണ് ചെയ്തുകൂടി ചറ വറാച്ചിട്ടാണ് ചെയ്തുകൂടി. ഫോണെടുത്ത് ചെയ്യണോ ചെയ്യണ്ടേ ഇങ്ങനെ സംശയിച്ച് നിൽക്കണ്ട കേട്ടോ. നിങ്ങൾ ചെയ്യാത്തവർ ചെയ്തോളി, എല്ലാവരും കണ്ടോളി. പിന്നെ സിനുവിൻ്റെ ഡാൻസൊക്കെ ഉണ്ട്. ഇപ്പോൾ മയത്ത് നിന്ന് കളിച്ച് അതൊക്കെ ഒന്ന് കണ്ടോളി. കുട്ടികളല്ലേ, ഓലൊക്കെ ഒന്ന് കണ്ട് ഒന്ന് വിജയിപ്പിക്കുക. അപ്പോൾ ഡാൻസ് പഠിച്ചിട്ടൊന്നുമല്ല, ഓള് അങ്ങനെയൊക്കെ അങ്ങനെയാണ് കളിക്കുക കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുക. അപ്പോൾ എല്ലാവരോടും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.